And now, the last round, Christian focus round. കുഷ്ഠരോഗികളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് കത്തോലിക്ക സഭ പരിശുദ്ധൻ എന്ന പദവിയിലേക്ക് ഉയർത്തി. ആരാണത്? ഫാദർ ഡാമിയൻ. ഫാദർ ഡാമിയൻ. ഉത്തരം വളരെ ശരിയാണ്. He is now Saint Damien. He is known as the Apostle of Lepers. Right? Now the second question. Father Saint Damien ഏത് ദ്വീപിലാണ് പ്രവർത്തിച്ചിരുന്നത്? കുഷ്ഠരോഗികൾക്ക് വേണ്ടി ആ ദ്വീപിൽ പോയി അവരെ പരിചരിച്ച് ശുശ്രൂഷിച്ച് ആരോരുമില്ലാത്ത ആ ദ്വീപിൽ 16 വർഷം അധ്വാനിച്ച് കുഷ്ഠരോഗിയായി അവസാനിച്ച മനുഷ്യനായിരുന്നു ഫാദർ ഡാമിയൻ. The island of Molokai in Hawaii Islands. Right? പഠിച്ചിട്ടില്ലേ? വായിച്ചിട്ടില്ലേ? Right. Next is the last segment in the Christian focus round and the last segment in the semi-finals. Right? ഗാനവും ഗാനസന്ദർഭവും പറയണം. ഞാൻ എൻ്റെ അറിയാവുന്ന രീതിയിലൊരു പാട്ട് പാടും. അത് പ്രസിദ്ധമായ പാട്ടാണ്. അതിൻ്റെ ആരാണത് എഴുതിയത്? റൈറ്റ്? ഓക്കെ. സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ, ആപത്തിലും രോഗത്തിലും അവനാണെനിക്കഭയം. യെസ്, സാധു കൊച്ചുകുഞ്ഞുപദേശി. സാധു കൊച്ചുകുഞ്ഞുപദേശി. സ്ട്രേറ്റ് അവേ -2 മാർക്സ്. വിജയ എത്തിച്ചു പറഞ്ഞാരാന്ന്? മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി. അതാ പറഞ്ഞത്, സാധു കൊച്ചുകുഞ്ഞുപദേശി എന്ന് പറയുന്നതാണ് മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി. അനദർ -2 മാർക്സ്. യെസ്, മിസ്റ്റർ ഷൈൻ. അന്നമ്മ മാമൻ. അന്നമ്മ മാമൻ -2 മാർക്സ്. റൈറ്റ്. It is written by Charles John. അദ്ദേഹം ഏറ്റവും കഷ്ടം നിറഞ്ഞ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട മുൻപോട്ട് ഒരു മാർഗമില്ലാഞ്ഞപ്പോൾ എഴുതിയ പാട്ട്. പാട്ടറിയാമോ? കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്നവേ. അറിയാമോ? റോഷിന്ന് പാടുമോ? കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനെന്നെ, കൈവിടില്ലൻ കർത്തനെന്നെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും. പാടൂ. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു, അന്ത്യത്തോളം ചിറകടിയിൽ അവൻ കാത്തിടും ധരയിൽ. വിണ്ണിലന്റെ വീടൊരുക്കി വേഗം വന്നിടും പ്രിയനായി, വേല ചെയ്തൻ നാളുകൾ തീർന്നു, വേല ചെയ്തൻ നാളുകൾ തീർന്നു, വീട്ടിൽ ചെല്ലും ഞാനോടുവിൽ. കണ്ണുനീരിൻ താഴ്വരയിൽ കരയുന്ന വേളകളിൽ കൈവിടില്ലൻ കർത്തനന്റെ, കൈവിടില്ലൻ കർത്തനന്റെ, കണ്ണുനീരെല്ലാം തുടയ്ക്കും. Plus 1 for all the 4. 1 mark each for everybody. That brings us to the close of the semi-final stage of the Bible Ratnam Prashnotri 2010. Now please send me the scorecard. Right, the consolation prize goes to Shine Cherian.
The second consolation prize goes to Biji Varghese. The first prize goes to Joel Thomas. The second prize goes to Roshi Thomas. Congratulations, and you are into the finals. ഈ സെമി ഫൈനൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ബൈബിൾ രത്നം പ്രശ്നോത്തരി, ബൈബിൾ രത്നം പ്രശ്നോത്തരി 2010.